അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വടിത്തങ്ങൾ അഥവാ നമ്മളെ മടവൂർ കോട്ട തങ്ങളുടെ സംസാരം കേൾക്കാനിടയായി. അത് കേൾക്കാനിടയാവാൻ കാരണം നൗഷാദിൻ്റെ ചില സംസാരങ്ങൾ മൂപ്പർക്ക് പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. നൗഷാദിൻ്റെ സംസാരങ്ങൾ മൂപ്പർക്ക് പിടിക്കുന്നില്ല. നൗഷാദ് അവിടെ ഇരുത്തിയിട്ട് വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടൊക്കെ എങ്കിലും പക്ഷേ നൗഷാദിൻ്റെ ചില സംസാരങ്ങളൊന്നും, കുരുവട്ടൂരികളുടെ സംസാരങ്ങളൊന്നും ഈ വടിത്തങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അതിക്ക് നൗഷാദ് പറയുന്നതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. അങ്ങനെ ഉസ്താദിന്റെ അന്നത്തെ ഭാഷയിൽ ഇന്ന് ഉസ്താദ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനത് പറയലുമില്ല. ഉസ്താദിൻ്റെ അന്നത്തെ ഭാഷയിൽ ഉസ്താദിനെ പറയണത് ഇന്ന് ഉസ്താദ് എന്നൊന്നും പറയാൻ പറ്റൂല, ഞാനത് പറയലുമില്ല. ഓ പറഞ്ഞ കേട്ടങ്ങൾ, ഇന്ന് ഉസ്താദ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനത് പറയലുമില്ല. ഇതുപോലത്തെ സംസാരങ്ങൾ നമ്മളെ വടിത്തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വടിത്തങ്ങൾ ഈ പറയപ്പെട്ട എല്ലാവരെയും മടവൂരി കോട്ടയിൽ ഇരുത്തിയിട്ട് ഒരു സംസാരം സംസാരിച്ചു. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. യഥാർത്ഥ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. അതാരെന്നുള്ളത് അറിയില്ല, അവനക്കറിയും. ഇപ്പം ഞാൻ തിന്നുമ്പോഴല്ല എനിക്കല്ല അറിയും എൻ്റെ രുചി. ഞാനൊരു സാധനം തിന്നുമ്പോൾ രുചി എനിക്കല്ല അറിയും. അതുപോലെ ഓരോ രുചി അവരവരെ അറിഞ്ഞാൽ മതി. അല്ല, അതിൻ്റെ രുചി അവരവരെ അറിഞ്ഞാൽ മതി, ആരെയും ആക്ഷേപിക്കണ്ട. അവനവൻ്റെ രുചി അവനവൻ അറിഞ്ഞാൽ മതി. അവനാൻ തിന്നുമ്പോൾ അതിൻ്റെ രുചി അവനാനല്ലേ അറിയുള്ളൂ, വേറെ ആൾക്ക് അറിയൂലല്ലോ. അപ്പം ആയതുകൊണ്ട് പണ്ഡിതന്മാരാരും ആക്ഷേപിക്കാൻ നിൽക്കേണ്ടതില്ല. ഇവനെ ഇരുത്തിയിട്ടാണ് പറയണത്, പണ്ഡിതന്മാരാരും ആക്ഷേപിക്കാൻ നിൽക്കേണ്ടതില്ല. വടിത്തങ്ങളതാ പറയുന്നു. നൗഷാദേ, അടുത്ത സ്റ്റേജ് വടിത്തങ്ങൾക്ക് കെട്ടേണ്ടി വരുവടാ. ബാക്കി പറയട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. യഹ്യൽ ബുഖാരി എന്ന വടിത്തങ്ങളുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേട്ടത്. ഏത് സുന്നത്തമായത്തിൻ്റെ പണ്ഡിതന്മാരെ പറയുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എന്ന്. നൗഷോ, എങ്കിലും ഈ 3-4 പണ്ഡിതന്മാർ നമ്മൾ സാബത്ത് ക്രാമിൽ ഉള്ളതുപോലെ 3-5 പണ്ഡിതന്മാരെ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റൂല. ഓക്കെ തങ്ങൾ വാപ്പ, നമുക്ക് ആ 3-5 പണ്ഡിതന്മാരെ നമുക്ക് ഉപേക്ഷിക്കേണ്ട. ആ പണ്ഡിതന്മാരാരൊക്കെയാണ് അതെന്ന് പറഞ്ഞാണ്. ആ ഉപേക്ഷിക്കേണ്ടാത്ത പണ്ഡിതന്മാരെ യഹ്യൽ ബുഖാരി തങ്ങൾ പാപ്പ അതൊന്ന് പറയും. അതാരൊക്കെയെന്ന് നൗഷാദിനൊന്നും മനസ്സിലാവണമെന്ന് നല്ലതാ. മഹാനായ ഖുതുബി തങ്ങൾ അങ്ങനെ അവർ ഇങ്ങോട്ട് വരുമ്പോൾ ശംസുലമ വന്ന് മുകളിലുള്ള ആളെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മുകൾക്കുള്ള ആൾക്കാരെ നമ്മൾ നോക്കണ്ട. എന്നാൽ ഇനി താഴത്തേക്കുള്ള ആൾക്കാരൊന്നും ഇങ്ങോട്ട് പറഞ്ഞാണേ നിങ്ങളാപ്പ. നൗഷൂനതൊന്നും മനസ്സിലാകുന്നല്ല. ശംസുലമാർ മുകളിലുള്ള ആളുണ്ടല്ലോ, അത് നോക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ശംസുലമ വന്ന്, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന AP ഉസ്താദ് വന്ന് കണ്ടങ്ങൾ, അതാ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു പറയുകയാണ് യഹ്യൽ ബുഖാരി തങ്ങൾ. അത് മനസ്സിൻ്റെ ഉള്ളിൽ കയറിയത് എടുത്തു പറയുകയാണ് യഹ്യൽ ബുഖാരി തങ്ങൾ. അഥവാ ശംസുൽ ഉലമ EK ഉസ്താദിനെ പറഞ്ഞെടുത്ത് തന്നെ AP ഉസ്താദിനെയും പറഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വന്നു, ബഹുമാനപ്പെട്ട AP ഉസ്താദ് വന്നു, അല്ലേ? ബഹുമാനപ്പെട്ട AP ഉസ്താദ് വന്നു. അതങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചതാണ് ആര്? യഹ്യൽ ബുഖാരി തങ്ങൾ. ആര്? മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ അനുയായികളെയും മഹാനായ യഹ്യൽ ബുഖാരി തങ്ങൾ ഹൃദയത്തിൽ കയറ്റി വെച്ചതാണ്. അത് കൽബിലുള്ളതാണ്. ആ കൽബിൽ നിന്നാണ് യഹ്യൽ ബുഖാരി തങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ നാവിൽ നിന്ന് ചില സമയത്ത് പറയാറുണ്ട്. അത് ഇവരുടെ കെണിയിൽപ്പെട്ടുകൊണ്ട്, ആരുടെ? ഈ നൗഷാദ് ഇപ്പോൾ അടുത്ത് കുറച്ച് കെണിവല ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കുടുക്കിക്കൊണ്ട് പറയാറുണ്ട്.
അതുകൊണ്ട് തന്നെ അയാളുടെ ഈ യഹ്യൽ ബുഖാരി തങ്ങളുടെ ഹൃദയത്തിൽ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളയോ നൗഷാദോ ഒന്നുമില്ല. ഈ നൗഷാദിൻ്റെ പേരൊന്ന് പോയി ചോദിച്ചു നോക്കൂ. ഈ നൗഷാദിൻ്റെ പേരൊന്ന് പറയട്ടെ യഹ്യൽ ബുഖാരി തങ്ങൾ, അല്ലെങ്കിൽ ആ സമദ് പമ്പേസിൻ്റെ പേരൊന്ന് പറയട്ടെ, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞാമീൻ്റെ പേരൊന്ന് പറയട്ടെ. വേണ്ട. നമ്മളുടെ കോമാടൻ അദ്ദുവിൻ്റെ പേരൊന്ന് പറയട്ടെ. വേണ്ട. ബാവാണ്ടിൻ്റെ പേരൊന്ന് പറയട്ടെ. ഒരു ദിവസം അവിടെ പരിപാടി നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് പറയുകയാണ്, ഇനി നമുക്ക് പ്രാർത്ഥന നൽകി തരികയാണ്. പ്രാർത്ഥന നടക്കാനിരിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉസ്താദ് അവറുകൾ ദ്വാ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ പേര് പറഞ്ഞില്ല. പേര് പറയാൻ കിട്ടണില്ല. കാരണം എന്താ? അത് ഹൃദയത്തിലുമില്ല, കൽബിലുമില്ല, നാവിലുമില്ല. കൽബിലും ഇല്ല, നാവിലും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനക്ക് പേര് പറയാൻ സാധിച്ചില്ല. എന്നിട്ട് ഇയാൾ ദ്വാരക്കും തന്നെ ചൂണ്ടിക്കാട്ടി തന്നു. എന്തുകൊണ്ട് ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞെടുത്ത് യഹ്യൽ ബുഖാരി തങ്ങൾ പറഞ്ഞത്, AP ഉസ്താദിൻ്റെ പേര് പറഞ്ഞത്? അത് കൽബിലുമുണ്ട്, നാക്കിലുമുണ്ട്. അതാണ് യഹ്യൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം ഒരു AP ഉസ്താദിനെയും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെയും നല്ലോണം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇവരൊന്ന് കെണിയിൽ പെടുത്താൻ വേണ്ടിക്കൊണ്ട് ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നൗഷാദിനിക്കാണ് മറുപടി കൊടുക്കുന്നത്. ഇനി നൗഷാദേ, എനിക്ക് ധൈര്യമുണ്ടോ യഹ്യൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് ഗണ്ണിച്ചുകൊണ്ട് പറയാൻ? ബഹുമാനപ്പെട്ട അസം ചെല്ലിയാർ വന്ന് ഇങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ സലാം വയ്യാറ് അയാളുപ്പ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, മഹാന്മാർ. ഇങ്ങനെ ഓരോരാൾ മഹാന്മാർ വന്ന് അവരൊന്നും നമുക്ക് തള്ളപ്പെടുത്താൻ പറ്റൂല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഏത് നിലയ്ക്ക് ഇവർ സംഘടിപ്പിച്ചാലും യഹ്യൽ ബുഖാരി തങ്ങളുടെ മടവൂർ കോട്ടയിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അവിടെ പല പരിപാടിയിലും പങ്കെടുക്കുന്ന ആളുകളാണ് കോമാട്ടുചാലിൽ അബ്ദുള്ളയും നൗഷാദും പമ്പൈസും കുഞ്ഞഹമ്മദും ഒക്കെ കുറച്ച് അനുയായികളും. പക്ഷേ ഇവരവിടെ ചെന്നിട്ട് AP ഉസ്താദിനെ വല്ലാതെ പറയുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു യഹ്യൽ ബുഖാരി തങ്ങൾക്ക് ബോധ്യപ്പെടലോടുകൂടെ യഹ്യൽ ബുഖാരി തങ്ങൾ അതാ പറയുന്നു. ഇവരൊക്കെ ഇരുത്തിയിട്ട് ശംസുൽ ഉലമ, AP ഉസ്താദ്, EKSM മുസ്ലിയാർ, കുത്തുബി ഉസ്താദ്, ഇതുപോലത്തെ പണ്ഡിതന്മാരൊന്നും നമ്മൾ തള്ളിപ്പറയരുത് കേട്ടോ. ഓലെ തള്ളിപ്പറയാൻ പാടില്ല. ഓല് പണ്ഡിതന്മാരാണ്, ഓലെ തള്ളിപ്പറയാൻ പാടില്ല. ഓലെ വിമർശിക്കരുത്. നൗഷാദേ, നിനക്ക് ഇനി എന്ത് പറയാനുണ്ടടാ? അവരെല്ലാം നിലനിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റൂ. എത്ര ഗൗരവമേറിയ വാക്കാണ് തങ്ങൾ പാപ്പ പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റണമെങ്കിൽ ശംസുൽ ഉലമയെയും AP ഉസ്താദിനെയും EKSM മുസ്ലിയാരെയും ഇവരെ അംഗീകരിച്ചെങ്കിലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുള്ളൂ എന്ന്. നൗഷാദേ, ചിന്തിച്ചോ. അതാണ്, അതിൽ ഉറച്ചു നിൽക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അവരുടെ ഇൽമിന് നമുക്ക് സ്ഥാനം കൊടുക്കണം. അവർ ഇൽമിൻ്റെ ആളാണ്. തങ്ങൾ പാപ്പാക്ക് ബോധ്യപ്പെട്ടു, യഹ്യൽ ബുഖാരി തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇവിടെ മടവൂർ കോട്ട ഇവർ വേണ്ടാത്ത പ്രവർത്തനങ്ങൾക്ക് ദുരുദ്ദേശങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് തങ്ങൾ പാപ്പാക്കൊരു സംശയം വന്നപ്പോൾ, അതല്ലെങ്കിൽ ആ ഇൽഹാമിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ തങ്ങൾ പാപ്പ ഇവരൊക്കെ ഇരുത്തിയിട്ടാ പറയുന്നത്, അവരുടെ ഇൽമിനിക്ക് സ്ഥാനം നൽകണം. അവർ ഇൽമുള്ളവരാണ്, അവരുടെ ഇൽമിനിക്ക് സ്ഥാനം നൽകണം. അവരുടെ തദ്രീസിന് സ്ഥാനം നൽകണം. അവരുടെ തദ്രീസിനും അവരുടെ ഇൽമിനിക്കും സ്ഥാനം നൽകണമെന്ന് ഈ പറയപ്പെട്ടതായ കാട്ടുകള്ളന്മാരെ ഇരുത്തിയിട്ട് യഹ്യൽ ബുഖാരി തങ്ങൾ മടവൂർ കോട്ടയിൽ പറയുമ്പോൾ നൗഷാദൊക്കെ അണ്ടിപോയ അണ്ണാൻ്റെ മാതിരി ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്രസംഗത്തിൽ പറയേണ്ടത്?
അടുത്ത പരിപാടിയിൽ പറയേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമലിന് സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അമലിന് ഇൽമാണല്ലോ, ഇൽമില്ലാണ്ട് അമലിന് ആർക്കും. അപ്പം ഇൽമിന് സ്ഥാനം കൊടുക്കാതെ അമലായി, മനസ്സിലായ? ഇൽമുള്ളവനോ അമലുള്ളവനോ ഇൽമുള്ളതുകൊണ്ട് അമലുള്ളതുകൊണ്ടാണ് അവൻ ഇൽമാകുന്നത്. അപ്പം അങ്ങനെയുള്ള മഹാന്മാരിലൊക്കെ നമ്മൾ തള്ളി പറയാൻ പറ്റൂല. കേട്ടില്ലേ? ഇതുപോലത്തെ ആലിമീങ്ങളൊന്നും തള്ളി പറയാൻ പാടില്ല. അവരൊക്കെ നമ്മൾ അംഗീകരിച്ചോളണം. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ, ഷംസുൽ ഉലമ EK ഉസ്താദ്, EK അസം മുസ്ലിയാർ, ഇതുപോലത്തെ പണ്ഡിതന്മാരൊന്നും തള്ളിപ്പറയരുത്. അത് ഈ അഹിയൽ ബുഖാരി തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. കാന്തപുരം ഉസ്താദിനൊക്കെ ഹൃദയത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങനെയാണ്. അദ്ദേഹം മഹാനായ മടവൂര് CM വലിയുള്ളാഹിയെയും അതുപോലെ തന്നെ വടകര ഉപ്പാപ്പയെയും അംഗീകരിക്കുന്ന വലിയൊരു മഹാനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നൗഷാദെ, ഇനി ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.